2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചു. അവൻ രാജാവായിരുന്നില്ല, അവൻ യുദ്ധം ചെയ്തിട്ടില്ല. പക്ഷേ അവൻ്റെ വാക്കുകൾ ചിലരുടെ ജീവിതം മാറ്റിമറിച്ചു. ആ മനുഷ്യൻ്റെ പേര് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. പക്ഷേ നിങ്ങൾക്കൊരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, നമുക്ക് അറിയാവുന്ന ക്രൈസ്റ്റ് യഥാർത്ഥത്തിൽ അത്രയുമുള്ളോ എന്ന്? അല്ലെങ്കിൽ ചരിത്രം ഒളിപ്പിച്ച മറ്റൊരു ക്രൈസ്റ്റ് ഉണ്ടോ എന്ന്? ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഒരു വിശ്വാസത്തിന്റെ കഥയല്ല, ലോകം മറച്ചുവെച്ച സത്യത്തിലേക്കാണ്. ഒരു 12 വയസ്സുകാരൻ പൊതുജന മധ്യത്തിൽ വളരെ ജ്ഞാനത്തോടെ സംസാരിക്കുന്നു അവൻ. പക്ഷേ ആ സംഭവത്തിന് ശേഷം ചരിത്രത്തിൽ നിന്നും നിശബ്ദമാകുന്നു അവൻ. 1-2 വർഷമൊന്നുമല്ല, 12 മുതൽ 30 വയസ്സ് വരെ അവൻ്റെ 18 വർഷക്കാലം ഒരൊറ്റ രേഖ പോലും ഇല്ലാതെ അവൻ ഇവിടെ മറഞ്ഞിരുന്നു. ഇതൊരു സാധാരണ കാര്യമാണോ? എന്തിനും നേതൃത്വം നൽകുന്ന ഒരുവൻ, അതിന് ശേഷിയുള്ള ഒരു മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലങ്ങളിൽ നിന്നും എവിടേക്ക് ഓടിയൊളിച്ചു? എങ്ങനെ അവൻ അപ്രത്യക്ഷനായി? ചിലർ പറയുന്നു ഈ വർഷങ്ങളൊക്കെ ആരോ ഉദ്ദേശപൂർവം മറച്ചു വെച്ചു എന്നാണ്. ചിലർ പറയുന്നു ഈ കാലത്ത് യേശു ഇന്ത്യയിലായിരുന്നു എന്നാണ്. മറ്റു ചിലർ പറയുന്നു 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലത്തെ ബൈബിൾ വ്യക്തമായി വിവരിക്കുന്നില്ല എന്നാണ്. ഈ കാലഘട്ടത്തെ ലോസ്റ്റ് ഇയർ ഓഫ് ജീസസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ മാത്രമായി ആ കാലത്തെ ബോധ്യപ്പെടുത്തുവാൻ ആരോ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതുപോലെ. നിക്കോളാസ് നൊട്ടോവിച്ച് എന്ന റഷ്യൻ യാത്രികന്റെ പുസ്തകത്തിലൂടെയാണ് യേശുക്രിസ്തു ആ കാലത്ത് ഇന്ത്യയിൽ ആയിരുന്നു എന്നുള്ള കാര്യം പ്രസിദ്ധമായത്. അദ്ദേഹം ലഡാക്കിലെ ഒരു മഠത്തിൽ യേശുവിൻ്റെ ജീവിതം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കണ്ടുവെന്ന് അവകാശപ്പെടുന്നു. ഹിമാലയത്തിൻ്റെ ശാന്തത. മഠങ്ങളുടെ ഇടയിൽ ഒരു യുവാവ് ധ്യാനം ചെയ്യുന്നു. അവൻ ഹിന്ദു ബുദ്ധ മൂല്യങ്ങൾ പഠിച്ചിരുന്നുവെന്ന് ചില പുരാതന രേഖകൾ പറയുന്നു. ഇസ എന്നൊരു ഗുരു ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. അതായിരുന്നു അന്നത്തെ അവൻ്റെ പേര്. അവൻ്റെ ഉപദേശങ്ങൾ, അവൻ്റെ രൂപസാദൃശ്യം എന്നിവയെല്ലാം ജീസസ് ക്രൈസ്റ്റിനോട് സാമ്യതയുണ്ടായിരുന്നു. ഇതൊരു യാദർശികമായ കാര്യമാണോ? അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ശരിക്കും ഇന്ത്യയിൽ എത്തിയിരുന്നോ? ഹിന്ദു ബുദ്ധ മൂല്യങ്ങളിൽ ആകൃഷ്ടനായിരുന്നോ അദ്ദേഹം? റൊസബാൽ എന്നൊരു കല്ലറ കാശ്മീരിൽ ഉണ്ട്. ചിലർ വിശ്വസിക്കുന്നു അത് യേശുക്രിസ്തുവിൻ്റെ ശവകുടീരമാണെന്ന്. അങ്ങനെയെങ്കിൽ കുരിശുമരണത്തിന് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് പറയുന്ന ആൾ ആരാണ്? ബൈബിൾ നമ്മളോട് പറയുന്നത് യേശു കുരിശിൽ മരിച്ചു എന്നാണ്. പക്ഷെ എല്ലാവരും അതിനെ അംഗീകരിക്കുന്നില്ല. ചില ഗവേഷകർ പറയുന്നു അദ്ദേഹം മരിച്ചില്ല, അബോധാവസ്ഥയിൽ ആയിരുന്നു എന്ന് മാത്രം. മരിച്ചുവെന്ന് വിചാരിച്ച് അടക്കം ചെയ്യുവാൻ ശരീരം വിട്ടുകൊടുത്തപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ജീവന്റെ തുടിപ്പ് മനസ്സിലാക്കി. അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റിയെന്നും ഇത് സത്യമെങ്കിൽ ലോകത്തിലെ ഒരു വിശ്വാസമല്ലേ ചോദ്യപ്പെടാൻ പോകുന്നത്? ഇതിന് പിന്നിലെ രഹസ്യം എന്താണ്? മേരി മഗ്ദലിൻ ആരാണ്? യേശുവിൻ്റെ ഏറ്റവും വലിയ ശിഷ്യ മാത്രമായിരുന്നു അവർ. പക്ഷേ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു അവരൊരു ശിഷ്യ മാത്രമായിരുന്നില്ല, അവൾ യേശുവിൻ്റെ ഭാര്യയായിരുന്നു എന്നാണ്. ഇത് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. എന്നിരുന്നാലും ചിലർ പറയുന്നു അവർക്ക് ജീസസ് ക്രൈസ്റ്റിൽ നിന്നും ഒരു സന്താനവും ഉണ്ടായിരുന്നു എന്ന് പോലും. എങ്കിൽ ഈ സത്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു? ഈ സത്യം മറച്ചു വെച്ചവർക്ക് അതുകൊണ്ട് എന്ത് ഗുണമാണ് ലഭിച്ചത്? ക്രൈസ്റ്റ് തൻ്റെ ജീവിതത്തിൽ ചെയ്തതായി പറയപ്പെടുന്ന കുറച്ച് അത്ഭുതങ്ങളുടെ പട്ടിക തന്നെയുണ്ട്. അതിൽ ചിലത് വെള്ളം വീഞ്ഞാക്കി, അന്ധന് കാണാനുള്ള കഴിവ് നൽകി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നിങ്ങനെയാകുന്നു. യഥാർത്ഥത്തിൽ ഇവയെല്ലാം സംഭവിച്ചോ? ശാസ്ത്രീയപരമായി ഇവയൊക്കെ പോസിബിളാണോ? അല്ലെങ്കിൽ വിശ്വാസം സൃഷ്ടിക്കുവാൻ ഉണ്ടാക്കിയ വെറും കഥകളാണോ? ശാസ്ത്രം പറയുന്നത് ഒന്ന്, വിശ്വാസം പറയുന്നത് മറ്റൊന്ന്. സത്യം ഈ രണ്ടിൻ്റെയും ഇടയിൽ കുടുങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയി ലോകം മുഴുവൻ ആഘോഷിക്കുന്നത് ഡിസംബർ 25
എന്നാൽ ബൈബിളിൽ ഇങ്ങനെയൊരു തീയതി പരാമർശിക്കുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ യഥാർത്ഥ ജനന ദിവസം ആരും അറിയുന്നില്ല. ചില ചരിത്രകാരന്മാർ പറയുന്നു ഇത് വേനൽക്കാലത്തായിരുന്നുവെന്ന്. എങ്കിൽ ക്രിസ്തുമസ് ആരാണ് തീരുമാനിച്ചത്? കുരിശിൽ മരിച്ചതിന് ശേഷം ജീസസിന്റെ ശരീരം ഒരു കല്ലറയിൽ വെച്ചു. എന്നാൽ 3-ാം ദിവസത്തിന് ശേഷം ആ ശരീരം അവിടെയില്ല. വിശ്വാസം പറയുന്നു അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്ന്. ശാസ്ത്രീയമായി അത് പോസിബിൾ അല്ല. അപ്പോൾ ശരീരം മാറ്റി. അതാണ് സത്യം. അടുത്തതായി, ഇത് ക്രിസ്ത്യൻ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ്. ഇറ്റലിയിലെ ട്യൂണിലെ യേശുക്രിസ്തുവിന്റെ മൃതദേഹത്തെ പൊതിഞ്ഞതായി വിശ്വസിക്കുന്ന ആ ലെനിൻ തുണി, ഒരു പഴയ വസ്ത്രം, ഒരു മനുഷ്യന്റെ രൂപം, ഇത് ക്രൈസ്റ്റിന്റെ മൃതദേഹം പൊതിഞ്ഞ തുണിയാണെന്ന് കാർബൺ ഡേറ്റിംഗ് 1988 ആ ഒരു ശാസ്ത്രീയ രീതിയിൽ ഈ തുണി പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ അതിന്റെ റിസൾട്ട് 1260, 1390 കാലഘട്ടങ്ങളിൽ, അതായത് മധ്യകാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ട തുണിയാണ് ഇതെന്ന്, അതായത് യേശുവിൻ്റെ കാലത്തിന് ശേഷമുള്ളതാണ് ഇതെന്നാണ്. അപ്പോൾ ഇതൊരു നാടകത്തിന് വേണ്ടി ഉണ്ടാക്കിയ തുണിയാണോ? ആർക്ക് വേണ്ടിയാണ് ഈ നാടകം ഇവിടെ അരങ്ങേറുന്നത്? ഗോസ്പൽ ഓഫ് മാത്യു, ഗോസ്പൽ ഓഫ് മാർക്ക്, ഗോസ്പൽ ഓഫ് ലൂക്ക, ഗോസ്പൽ ഓഫ് ജോൺ തുടങ്ങിയ 4 ഗോസ്പലുകൾ, അവയിൽ 4 വ്യത്യസ്ത കഥകൾ പറയുന്നു. ചില സംഭവങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഒരു സത്യം 4 രീതിയിൽ പറയുന്നത് എന്തുകൊണ്ട്? ഇത് മനുഷ്യരുടെ പിഴവാണോ, അല്ലെങ്കിൽ മറച്ചു വെച്ച സത്യമോ? നമ്മൾ കാണുന്ന യേശുവിന് വെളുത്ത നിറം, നീണ്ട മുടി, അങ്ങനെയൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ ചരിത്രം പറയുന്നു അദ്ദേഹം ഒരു മിഡിൽ ഈസ്റ്റ് സ്വദേശി ആയിരുന്നു. ഈ മിഡിൽ ഈസ്റ്റുകാർ സാധാരണ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അപ്പോൾ വിശ്വാസികൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന യഥാർത്ഥ യേശുവിനെയാണോ? യേശുക്രിസ്തു ഒരു ദൈവമോ, അതോ ഒരു ഗുരുവോ, അല്ലെങ്കിൽ മറഞ്ഞ ഒരു സത്യമോ? ഈ നിഗൂഢതകൾ നിങ്ങളെ എന്താണ് വിശ്വസിപ്പിച്ചത്? സത്യം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.